പ്രഭാഷകന്റെ പുസ്തകം 21 അധ്യായം 1 തിരുവചനം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈശോയിലെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, തപസ് കാലത്തിന്റെ 7-ാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം ഒന്ന് ധ്യാനിക്കുന്നത് പാപത്തെക്കുറിച്ച് തന്നെയാണ്. പാപത്തിലേക്കുള്ള ചായ്വ് മനുഷ്യപ്രകൃതിയാണ്. അതിന് കാരണം അവൻ ജീവിച്ചു വളർന്നു വരുന്ന ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ കാരണമാകാറുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ തിന്മയാണ് പാപം എന്നതാണ്. ഈ തിന്മകളിൽ നിന്ന് മനുഷ്യൻ അവൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ തിന്മകളും ഉണ്ടാകുന്നത് ഈ പാപം മൂലം തന്നെയാണ്. നമുക്ക് നഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പാപത്താല്. ഒന്നാമത്തേത് ദൈവവുമായുള്ള ബന്ധ തകർച്ച തന്നെയാണ്. രണ്ടാമതായി പാപം മനുഷ്യ ഹൃദയത്തിലെ സ്നേഹത്തെ നശിപ്പിക്കുന്നു. മൂന്നാമതായി മനുഷ്യൻ അവന്റെ പരമലക്ഷ്യമായ നിത്യജീവനിൽ നിന്ന് അവൻ അകറ്റുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് പാപം ചെയ്യണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ പോലും തന്റെ പാപപ്രകൃതി മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിവിടും. അങ്ങനെ അവൻ പിതാവിന്റെ വത്സലപുത്രൻ എന്ന സ്ഥാനത്ത് നിന്ന് അധപ്പതിച്ച് പിശാചിന്റെ അടിമയാകും. അവൻ ആഗ്രഹിക്കാത്ത തിന്മ അവൻ ചെയ്തു പോകുന്ന അവസ്ഥയിലേക്ക് അവൻ കടന്നു വരും. പാപം ചെയ്തു കഴിഞ്ഞാല് ആ പാപത്തെ ഓർത്ത് ഞാനിത് ചെയ്തു പോയല്ലോ എന്നൊരു വേദന ഓർത്തവൻ വേദനിക്കും. അതായത് കുറ്റബോധത്താല് നാം വേട്ടയാടപ്പെടും. നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ജോലിയിൽ ശ്രദ്ധിക്കാതെ വരും. പിന്നീട് രോഗാവസ്ഥയിലേക്ക് കടന്നുപോകും. സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകാം. അപമാനിക്കപ്പെടാം. ശത്രുക്കളാൽ പരിഹസിക്കപ്പെടാം. ചുരുക്കി പറഞ്ഞാല് ഒരു പാപിയുടെ ജീവിതം നരകതുല്യമാകും. ഹല്ലേലൂയ. ഈശോയിലെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പാപം ചെയ്യാത്തവരായോ ഇതുപോലുള്ള പ്രതിസന്ധികളെ ഇല്ലാത്തവരായോ ആരും തന്നെ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ആ പാപകരമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പാപികളോടുള്ള കാരുണ്യം യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് സുവിശേഷം. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തില് നാം കാണുന്നുണ്ട്, കർത്താവിന്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21 തിരുവചനത്തില്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ. എങ്ങനെയാണ് എന്റെ പാപങ്ങളെ അവൻ മോചിപ്പിക്കുക? പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന യേശുവിന്റെ രക്തത്താൽ, ആ പുതിയ ഉടമ്പടിയായ യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ. അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ നീതീകരിക്കാനാവില്ല. അതിനുവേണ്ടി നീ ചെയ്യേണ്ടത് നിന്റെ പാപങ്ങള് ദൈവത്തിരുമുൻപാകെ ഏറ്റുപറയണം. നീ നിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നിന്റെ പാപങ്ങൾക്ക് പകരവിലയായി തന്റെ ജീവനും രക്തവും നൽകി നിന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അതായത് നിന്റെ പാപങ്ങൾക്ക് പകരവിലയായി നൽകുന്നത് നിന്റെ യേശുവിന്റെ മാംസരക്തമാണ്. നിന്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കുകയും നിന്റെ അനീതികളിൽ നിന്ന് നിന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം യേശുവിൽ വിശ്വസിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യാം. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന ആ വാഗ്ദാനത്തിൽ നമുക്കും വിശ്വസിക്കാം. ഈ നോമ്പുകാലത്ത് ഏറ്റവും വിശുദ്ധിയോടെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.